ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള 4ാമത്തെ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചു. വളരെ കടുകട്ടിയായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ഈ ടാസ്കിൽ 1ാം സ്ഥാനത്തേക്ക് ജിൻഡോയാണ് എത്തിയത്. 2ാം സ്ഥാനം അഭിഷേകും 3ാം സ്ഥാനം ജാസ്മിനും നേടി. ഈ ടാസ്കിന്റെ പ്രത്യേകത, ഒരു പരന്ന പ്രതലമുണ്ട്. അതിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 സ്റ്റാൻഡുകൾ. ഈ സ്റ്റാൻഡുകളിൽ ഈ പരന്ന പ്രതലത്തിന്റെ ഏകദേശം ഒരു 1/3 ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ പരന്ന പ്രതലം തലകീഴായി കുത്തനെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഇതിന്റെ തലയ്ക്കൽ ഒരു കയറ് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ കയറിൽ പിടിച്ചു വലിക്കുമ്പോഴേക്കും ഈ പരന്ന പലക പോലുള്ള പ്രതലം പൊങ്ങി വരും. ഈ കയറിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇവർ പുറകിലേക്ക് നടന്നു പോകണം. അങ്ങനെ പുറകിലേക്ക് നടന്നു പോകുമ്പോൾ പുറകിൽ ഒരു ചുമല വര വരച്ചിട്ടുണ്ട്. ആ ചുമന്ന വരയോട് ചേർന്നിട്ടുള്ള ഒരു പെഡസ്റ്റീലിൽ 4 കട്ടകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോരോ കട്ടകൾ എടുത്തുകൊണ്ട് ഓരോ പ്രാവശ്യവും ഈ കയറിൽ ബാലൻസ് ചെയ്തുകൊണ്ട്, അതായത് ഈ പരന്ന പ്രതലം അല്പം പോലും താഴേക്ക് പോകാതെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്ന് ഈ കട്ടകൾ തല കീഴായിട്ട് ഈ പരന്ന പ്രതലത്തിൽ കുത്തി നിർത്തണം. ഒരു കട്ട കുത്തി നിർത്തിയതിനു ശേഷം വീണ്ടും അങ്ങനെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് തിരിച്ച് പിറകിലേക്ക് നടന്നു പോവുക പതിയെ. ആ ചുമന്ന വരിയുടെ പിൻപിലേക്ക് പോയിട്ട് 2ാമത്തെ കട്ട വീണ്ടും എടുത്തുകൊണ്ട് മുൻപിലേക്ക് വരിക. അങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്ന് വീണ്ടും ഈ പരന്ന പ്രതലത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കുക. അങ്ങനെ 3 മിനിറ്റിനുള്ളിലാണ് ബസറടിച്ച് ഈ ടാസ്കിന്റെ ടൈം കഴിയുന്നത്. ആ സമയത്തിനുള്ളിൽ ഈ 4 കട്ടകൾ കൊണ്ടുവന്ന് ഈ പരന്ന പ്രതലത്തിൽ ഉറപ്പിക്കണം. ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത് അഭിഷേകാണ്. 55 സെക്കൻഡ് കൊണ്ട് അഭിഷേകിന് ഈ 4 കട്ടകൾ അവിടെ കൊണ്ടുവന്ന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ 1ാമത്തെ ലെവൽ കഴിയുമ്പോഴേക്കും 2ാം ലെവലിലേക്ക് പോവുകയാണ്. അതായത് ആദ്യം ഏത് പെഡസ്റ്റീലിനാണോ എടുത്തത് അത്രയും തന്നെ അകലത്തിൽ പുറകിലേക്ക് മാറി വേറൊരു പെഡസ്റ്റീൽ കൂടി ഇരിപ്പുണ്ട്. അതിന്റെ മുകളിലും 4 കട്ടകൾ വെച്ചിട്ടുണ്ട്. അത് വളരെ കടുകട്ടിയാണ് അവിടെ വരെയോളം എത്തുക. കാരണം ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 കട്ടകൾ ഒരു കാരണവശാലും താഴെ പോകുവാൻ പാടില്ല. അല്പം ബാലൻസ് തെറ്റിയാൽ ഈ പ്രതലം വിറയ്ക്കും. അപ്പോൾ ഈ കുത്തി നിർത്തിയിരിക്കുന്ന കട്ടകൾ താഴെ പോവുകയും ചെയ്യും. അതങ്ങനെ സംഭവിക്കാതെ വളരെ ബാലൻസ് ചെയ്തുകൊണ്ട് വീണ്ടും വളരെ ദൂരത്തിലേക്ക് നടന്ന് പിന്നിലേക്ക് പോവുക. അവിടെ നിന്ന് കട്ടകൾ എടുത്തുകൊണ്ട് തിരികെ വരിക. അവിടെയാണ് പല വ്യക്തികൾക്കും പിഴച്ചത്. എന്നാൽ അവിടെ വിജയം കാണുവാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു. ഒരു കട്ട ജിൻഡോയ്ക്ക് ഏറ്റവും പിറകിൽ നിന്ന് വളരെ ആയാസപ്പെട്ട് ഈ കയറിൽ പിടിച്ച് ഈ പ്രതലം ചലിക്കാതെ മുൻപോട്ട് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുവാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു. ജിൻഡോയുടെ ടൈം 2 മിനിറ്റും 35 സെക്കൻഡുമായിരുന്നു. മറ്റുള്ളവർക്ക് ആർക്കും 5ാമത്തെ കട്ട പ്രതിഷ്ഠിക്കുവാൻ കഴിഞ്ഞില്ല. 4 കട്ടകൾ 55 സെക്കൻഡ് കൊണ്ട് അഭിഷേക് പ്രതിഷ്ഠിച്ച് 2ാം സ്ഥാനത്തെത്തിയപ്പോൾ 4 കട്ടകൾ 1 മിനിറ്റും 12 സെക്കൻഡും കൊണ്ട് ജാസ്മിൻ പ്രതിഷ്ഠിച്ച് 3ാം സ്ഥാനത്തെത്തി. മറ്റുള്ളവരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അർജുനും നോറയുമായിരുന്നു തുടങ്ങിയത്. അർജുൻ ആദ്യം തന്നെ ഔട്ടായി പോവുകയായിരുന്നു. കാരണം ഈ പ്രതലത്തിൽ നിന്നും കട്ടകൾ താഴെ വീണാൽ അതോടുകൂടി മത്സരാർത്ഥി ഔട്ടാകും. അങ്ങനെ അർജുൻ 4 കട്ടകളും വെച്ചു. പക്ഷേ ഉടൻ തന്നെ അത് താഴേക്ക് പോയി. അങ്ങനെ അർജുൻ ഔട്ടായി. നോറ 2 മിനിറ്റും 11 സെക്കൻഡും കൊണ്ട് 3 കട്ടകൾ ഈ പ്രതലത്തിൽ ഉറപ്പിച്ചു നിർത്തി. നന്ദന 3 കട്ടകൾ 2 മിനിറ്റും 30 സെക്കൻഡ് കൊണ്ട് നിർത്തിയപ്പോൾ ഋഷി 4 കട്ടകൾ 2 മിനിറ്റും 52 സെക്കൻഡും എടുത്ത് പ്രതിഷ്ഠിച്ചു. സായി 4 കട്ടകൾ പ്രതിഷ്ഠിച്ചു. 5ാമത്തെ കട്ടയിലേക്ക് പോകുന്ന വഴിയിൽ 4 എണ്ണവും താഴെ പോകുന്നു. അങ്ങനെ 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് സായി ഗെയിമിൽ നിന്നും ഔട്ടായി. സിജോ 1 മിനിറ്റും 23 സെക്കൻഡും എടുത്തിട്ട് 4 കട്ടകൾ പ്രതിഷ്ഠിച്ചപ്പോൾ ശ്രീതു 2 മിനിറ്റും 55 സെക്കൻഡും എടുത്തുകൊണ്ട് 4 കട്ടകൾ പ്രതിഷ്ഠിച്ചു. എന്തായാലും ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഈ കടുകട്ടിയായിട്ടുള്ള ടാസ്കിലും അഭിഷേകിന് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടി അഭിഷേക് 10 പോയിന്റോടുകൂടി മുൻപിലെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ ടാസ്കിൽ ജയിച്ച ജിൻഡോ 3 പോയിന്റോടുകൂടി ടിക്കറ്റ് ഫിനാലയിലേക്ക് സ്കോർ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കൊപ്പം മത്സരിക്കുവാനെത്തി. 1 പോയിന്റുമായിട്ട് ആ പട്ടികയിലേക്ക് ജാസ്മിനും ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള 4 ടാസ്കുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അബി 10 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2ാം സ്ഥാനത്ത് 5 പോയിന്റോടുകൂടി സായി വന്നിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് ജിൻഡോ 3 പോയിന്റുമായിട്ട് എത്തിയിരിക്കുമ്പോൾ അർജുനും ഋഷിയും ഈ 2 പോയിന്റോടുകൂടി അതിന് തൊട്ട് താഴെ വരുന്നു. ഏറ്റവും അവസാനം ജാസ്മിനും സിജോയും ഓരോരോ പോയിന്റുമായിട്ട് നിൽക്കുന്നു. ഇനി വരുവാൻ പോകുന്ന ഓരോ ടാസ്കുകളും ഇതിനേക്കാൾ കടുകട്ടിയായിട്ടുള്ളതായിരിക്കും. ആരെങ്കിലും അഭിഷേകിനെ കടത്തി വെട്ടുമോ? ആരൊക്കെയായിരിക്കും ഇവിടെ വീഴുക? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.